+1 Mathematics Chapter 2 Relations and Functions. അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു ടൈം ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ പെയർ ഓഫ് നമ്പേഴ്സ് ഗ്രൂപ്പ്ഡ് ടുഗദർ ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. എ പെയർ ഓഫ് നമ്പേഴ്സ്, അതായത് രണ്ട് നമ്പറുകൾ ഉണ്ടാവും, അത് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. സോ രണ്ടാമത്തെ പോയിന്റ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. ഫോർ ടു നോൺ എംപ്റ്റി സെറ്റ്സ് എ ആൻഡ് ബി, എ ക്രോസ് ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ്. എ ക്രോസ് ബി എന്നാണ് നമ്മൾ ഈ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ്. മൂന്നാമത്തെ പോയിന്റ് റിലേഷൻസ്. ആൻഡ് ഇറ്റ് ഈസ് ദി അസോസിയേഷൻ ഓഫ് ടു ഒബ്ജക്ട്സ് അക്കോർഡിംഗ് ടു സം പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് ദി അസോസിയേഷൻ ഓഫ് ടു ഒബ്ജക്ട്സ് അക്കോർഡിംഗ് ടു സം പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ 12 ഈസ് ഗ്രേറ്റർ ദാൻ 10. സോ ഇവിടെ നമ്മൾ 12ഉം 10ഉം തമ്മിലുള്ള ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 12 ഈസ് ഗ്രേറ്റർ ദാൻ 10. ഓക്കെ. ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻസ്. പ്രധാനമായും 4 തരത്തിൽ നമുക്ക് ഒരു റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. റോസ്റ്റർ മെത്തേഡ്, സെറ്റ് ബിൽഡർ ഫോം, ആരോ ഡയഗ്രാം ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഡൊമൈൻ. ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഇൻപുട്ട് വാല്യൂസ്. ഒരു റിലേഷനിൽ നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആണ് ഡൊമൈൻ്റെ സെറ്റായിട്ട് പറയുക. റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഔട്ട്പുട്ട് വാല്യൂസ് ആണ്, വൈ വാല്യൂസ്. അതായത് നമ്മൾ എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് വൈക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് റേഞ്ചിൻ്റെ സെറ്റായിട്ട് എടുക്കുക. ദെൻ ഫങ്ഷൻസ്. ഇറ്റ് ഈസ് ദി 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദി എലമെന്റ്സ് ഓഫ് ടു നോൺ എംപ്റ്റി സെറ്റ്സ്. ഇമ്പോർട്ടൻറ്റ്, 1-to-1 കറസ്പോണ്ടൻസ്. ഫങ്ഷൻസ് അഗെയിൻ ഇറ്റ് ഈസ് ദി 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദി എലമെന്റ്സ് ഓഫ് ടു നോൺ എംപ്റ്റി സെറ്റ്സ്. അതായത് രണ്ട് സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഒരു സെറ്റിൽ നിന്ന് രണ്ടാമത്തെ സെറ്റിലേക്ക് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും രണ്ടാമത്തെ സെറ്റിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. ഒരേ ഒരു ഇമേജ് മാത്രമേ കാണാൻ പാടുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് 1-to-1 കറസ്പോണ്ടൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. കൺസിഡർ ദ സെറ്റ്സ് A is equal to -1, 1 and B is equal to set 0 to 3. First part, write A cross B. Write the Cartesian product A cross B. Second part, write the number of relations from A to B. So, first part solution. We have given A is equal to set -1, 1 and B is equal to set 0 to 3. A cross B. A cross B is the set of all ordered pairs between A and B. So, ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഓർഡേർഡ് പെയർ ആയിട്ട് വരുന്നത് എയിലെ ഒരു എലമെന്റും ബിയിലെ ഒരു എലമെന്റും. സോ -1, 0 എയിലെ ഫസ്റ്റ് എലമെന്റും ബിയിലെ സെക്കൻഡ് എലമെന്റും. -1, 2, then -1, 3, then 1, 0, 1, 2 and 1, 3. അപ്പോൾ എ ക്രോസ് ബിയിൽ 1, 2, 3, 4, 5, 6 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇനി അത് നമുക്ക് കിട്ടുന്ന എയിലെ എലമെന്റ്സ് 2 ആണ്, ബിയിലെ എലമെന്റ്സ് 3 ആണ്. അതുകൊണ്ട് എ ക്രോസ് ബിയിൽ 2 × 3 6 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇതാണ് ഫസ്റ്റ് പാർട്ടിന്റെ സൊല്യൂഷൻ. സെക്കൻഡ് പാർട്ട്, റൈറ്റ് ദി നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു 2 raised to n into a cross b. It is number of a cross b, number of ordered pairs in a cross b. And അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇഫ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഈസ് ഈക്വൽ ടു എം, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ഈസ് ഈക്വൽ ടു എൻ, ദെൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ. സോ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ 2 ആണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി 3 ആണ്. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി 2 × 3 6 ആണ്. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് എ ക്രോസ് ബിക്ക് പകരം 6 ആണ്. ഈസ് 2 raised to 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 64. ഇതിന്റെ അർത്ഥം ഇങ്ങനെ 2 സെറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എയും ബിയും 2 സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് 64 റിലേഷൻസ് പോസിബിൾ ആണ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് -1, 1 ദെൻ ഫൈൻഡ് എ ക്രോസ് എ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് എയും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. എ എന്ന് പറയുന്നത് -1, 1 ആണ്. വീണ്ടും നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ് എടുക്കുന്നത്. അത് -1, 1 ആണ്. സോ എ ക്രോസ് ബി ഓർ എ ക്രോസ് എ ഈസ് ദി set of all ordered pairs between A and A. So -1, -1, -1, -1, 1, -1, 1, 1. സോ ഇവിടെ നമുക്ക് 4 ഓർഡേർഡ് പെയർ ആണ് കിട്ടുക. അതെങ്ങനെയാണ്? എയിലെ 2 എലമെന്റ്, വീണ്ടും എയിലെ 2 എലമെന്റ്. അപ്പോൾ എ ക്രോസ് എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം 2 × 2 4. നമുക്ക് എ ക്രോസ് എ എന്ന റിസൾട്ടും വീണ്ടും എ എന്ന് പറയുന്ന സെറ്റുമായിട്ടാണ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ എ ക്രോസ് എ എന്ന് പറയുന്ന സെറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ എ എന്ന് പറയുന്ന സെറ്റ് -1, 1 ആണ്. സോ ഈ ഓർഡേർഡ് പെയർസ് എഴുതുന്ന വിധം നോക്കാം. ഇതിലെ ഓരോ ഓർഡേർഡ് പെയറും എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുമായിട്ട് നമുക്ക് പെയർ ചെയ്യാം. -1, -1, -1, -1, -1, -1, -1, -1, -1, -1.
-1 1 1. അടുത്ത സെറ്റ് എടുക്കുമ്പോൾ 1 -1 -1 1 -1 1 1 1 -1 1 1 1. അങ്ങനെ നമുക്കിവിടെ ആദ്യത്തെ എ ക്രോസ് എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 4 എലമെന്റ് ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെന്റ് ഉണ്ട്. അപ്പം എ ക്രോസ് എയിൽ 4 × 2 8 എലമെന്റ്സ് വരണം. അതാണ് ഇവയൊക്കെ 1 2 3 4 5 6 7 8. ദി ഫംഗ്ഷൻ എഫ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 plus x if x less than 0, f of x equal to 1 if x equal to 0, f of x equal to 1 minus x if x greater than 0. Draw the graph of f of x. നമുക്ക് ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ റിലേഷനൊക്കെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനെ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻസിലെ അതിലെ കണ്ടീഷൻസ് അനുസരിച്ച് പോയിന്റ്സ് ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എക്സിന് കുറേ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനനുസരിച്ച് തന്നിരിക്കുന്ന ഇക്വേഷൻസ് വെച്ച് എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. സോ നമ്മൾ എക്സിന് -2 എന്നിടുകയാണെങ്കിൽ നമുക്കറിയാം -2 എന്ന് പറയുന്നത് <0 ആണ്. എക്സിന്റെ വാല്യൂ <0 ആണ്. <0 ആണെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടീഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്, 1 + x എന്നുള്ളത്. അപ്പോൾ എക്സിന് -2 എന്നിടുകയാണെങ്കിൽ 1 + -2 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഇനി എക്സിന് -1 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതും <0 ആണ്. 1 - 1 എന്ന് വരും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇനി എക്സിന് 0 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിൽ തന്നെ ആ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഇഫ് എക്സ് ഈക്വൽ ടു 0 ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇനി എക്സിന് നമ്മളൊരു പോസിറ്റീവ് വാല്യൂ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ എടുക്കേണ്ട വാല്യൂ 1 - x എന്നാണ്. ഈസ് 1 - 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇഫ് എക്സ് ഈക്വൽ ടു 2 ഈസ് അഗെയിൻ ഗ്രേറ്റർ ദാൻ 0 ദെൻ 1 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡേർഡ് പേഴ്സ് എന്ന് പറയുന്നത് -2 - 1 -1 0 0 1 1 0 2 -1. അപ്പോൾ ഈ ഒരു 5 പോയിന്റ്സ് നമ്മൾ ആ ഗ്രാഫിലേക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് -2 -1, അതായത് എക്സ് -2 ആകുമ്പോൾ y -1 ആകും എന്ന് പറയുന്നത് പോയിന്റ് ആണത്. സോ ദിസ് ഈസ് -2 -1. ദെൻ രണ്ടാമത്തെ പോയിന്റ് -1 0 ആണ്. -1 0 എന്ന് പറഞ്ഞാൽ എക്സ് -1 ആകുമ്പോൾ y 0 ആകുന്നത് എപ്പോഴും എക്സ് ആക്സിസിലാണ്. സോ ഇതാണ് ആ പോയിന്റ്. ദിസ് -1 0. അടുത്ത 0 1 ആണ്. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സ് 0 ആകുന്നത് എപ്പോഴും y ആക്സിസിലാണ്. എക്സ് 0 ആകുമ്പോൾ y 1 ആകും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് 1 ആകും എന്ന് പറയുന്ന പോയിന്റ് ആണത്. 0 1. അടുത്ത 1 0 എന്ന് പറഞ്ഞാൽ എക്സ് 1 ആകുമ്പോൾ y 0 അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് 0 ആകും എന്ന് പറയുന്ന പോയിന്റ് ആണ്. 1 0 ആൻഡ് 2 -1 എക്സ് 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് -1 ആകും. സോ ഈ പോയിന്റ് ആണത് 2 -1 2 -1. അപ്പോൾ 5 പോയിന്റ് നമ്മൾ ഗ്രാഫിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി പോയിന്റ്സ് ജോയിൻ ചെയ്താൽ നമുക്ക് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഗ്രാഫാണ് കിട്ടുക. സോ ദിസ് ഈസ് ദി graph of the function f of x equal to 1 plus x if x less than 0, f of x equal to 1 if x equal to 0, f of x equal to 1 minus x if x greater than 0. Number 4, let f be a relation from R to R, real number set to real number. G is another function from R to R defined by f of x equal to x plus 1 and g of x equal to 2x minus 3. Then find f plus g of x and f dot g of x or f into g of x. നമുക്ക് ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ് അങ്ങനെ ചില റൂൾസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ആസ് എക്സ് പ്ലസ് 1 ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 3. ഇനി ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ളത് എക്സ് പ്ലസ് 2x ഉണ്ട്, ദാറ്റ് ഈസ് 3x. ആൻഡ് 1 മൈനസ് 3 ദാറ്റ് ഈസ് -2. സോ ആൻസർ ഈസ് 3x മൈനസ് 2. ആൻഡ് സെക്കൻഡ് പാർട്ട് f into g of x equal to f of x into g of x. Therefore, we have f of x equal to x plus 1 and g of x equal to 2x minus 3. So the answer is x plus 1 into 2x minus 3. Question number 5. A function f is defined by f of x equal to 2x minus 5. Find f of 0. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഫംഗ്ഷൻ ഏതാണെന്ന് തന്നിട്ടുണ്ട്. f of x എന്ന് പറയുന്നത് 2x minus 5 ആണ്. അപ്പോൾ ഇവിടെ f of 0 എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. എക്സ് 0 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എത്രയാകും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എക്സിന് നമ്മൾ ഈ ഫംഗ്ഷനകത്ത് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 into 0 minus 5. This 0 minus 5 minus 5. Minus 5 is the answer. ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണത്. Then question number 6. Find the domain of the function f of x equal to x square plus 3x plus 5 divided by x square minus 5x plus 4. ഈ ഫംഗ്ഷന്റെ ന്യൂമറേറ്റർ x square plus 3x plus 5ഉം ഡിനോമിനേറ്റർ x square minus 5x plus 4ഉം ആണ്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ഏതാണെന്നാണ് ചോദ്യം. ഡൊമൈൻ എന്ന് പറയുന്നത് ഓൾ ദി ഓർ സെറ്റ് ഓഫ് ഓൾ ഔട്ട്പുട്ട് വാല്യൂസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് കിട്ടാൻ സാധ്യതയുള്ള വാല്യൂസ് ആണ് നമ്മൾ
ഡൊമൈൻ എന്ന് പറയുന്ന സെറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ ഡിനോമിനേറ്റർ എപ്പോഴെങ്കിലും 0 ആണെങ്കിൽ, ഇതൊരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ എപ്പോഴെങ്കിലും 0 ആണെങ്കിൽ അവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ആ വാല്യൂസ് നമുക്ക് ഡൊമൈനിൽ എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 0 ആകുക എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ എക്സ് എക്സെപ്റ്റ് എക്സ് സ്ക്വയർ മൈനസ് 5x + 4 = 0. അപ്പോൾ ഈ ഒരു ഡിനോമിനേറ്റർ 0 ആകുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഡിഫിക്കൽട്ടി. അപ്പോൾ ഈ ഡിനോമിനേറ്റർ 0 ആകാൻ സാധ്യത എന്ന് പറഞ്ഞാൽ x² - 5x + 4 = 0 ആകുമ്പോഴാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ടേമിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അത് x - 4 × x - 1 = 0 ആണ്. രണ്ട് ലീനിയർ ഫാക്ടറായിട്ട് എഴുതുമ്പോൾ ഇതിന് x - 4 x - 1 എന്നിങ്ങനെ രണ്ട് ലീനിയർ ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -4 × -1 + 4 കിട്ടത്തക്ക വിധവും -4 + -1 -5 ഈ ഒരു നമ്പർ പ്രോഡക്റ്റും ഈ ഒരു നമ്പർ സമ്മും കിട്ടുന്ന പോലെ രണ്ട് നമ്പർ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ലീനിയർ ഫാക്ടറായിട്ട് അതിനെ എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രണ്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ x 4 ആകാം, x 1 ആകാം. x - 4 = 0 ആണെങ്കിൽ x = 4 ആയിരിക്കും. x - 1 = 0 ആണെങ്കിൽ x 1 ആയിരിക്കും. അപ്പോൾ ഈ ഡിനോമിനേറ്റർ 0 ആകുക എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബൈ 0 എന്നുള്ളൊരു ഡിഫിക്കൽറ്റി അവിടെ വരുന്നത്. അത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഡിവിഷൻ ബൈ 0. അതുകൊണ്ട് അങ്ങനെ വരുന്ന രണ്ട് വാല്യൂസ് നമ്മൾ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് x = 4 വന്നാലും x = 1 വന്നാലും ഈ ഡിനോമിനേറ്റർ 0 ആകാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ആ രണ്ട് വാല്യൂസ് ഒഴിച്ചിട്ട് ബാക്കി റിയൽ നമ്പർ ഏത് വന്നാലും നമുക്ക് എഫ് ഓഫ് എക്സിന്റെ ഡൊമൈൻ ആയിട്ട് എഴുതാൻ പറ്റും. സോ ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ് അത് റിയൽ നമ്പേഴ്സിൽ നിന്ന് രണ്ട് നമ്പർ മാത്രം ഒന്ന് മാറ്റിയാൽ മതിയാവും. ബാക്കി എല്ലാ വാല്യൂസിലും ഈ ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ സെറ്റിനെയാണ് അതിന്റെ ഡൊമൈൻ എന്ന് പറയുക. ഈസ് R - set 7 if R is a relation defined on the set A is equal to 1, 2, 3 up to 14. അപ്പോൾ നമുക്ക് A എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. സോ ദ റിലേഷൻ ഈസ് സെറ്റ് XY ordered pair XY such that 3x - y = 0. X and y belongs to A. And we have to write the domain, codomain and range of this relation. സോ നമുക്ക് ഈ റിലേഷൻ ഒന്നുകൂടി ഒന്ന് ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് 1, 2, 3 മുതൽ 14 വരെയുള്ള നമ്പേഴ്സിന്റെ ഒരു സെറ്റാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട റിലേഷൻ 3x - y = 0 എന്നുള്ളതാണ്. അതായത് എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വൈയുടെ വാല്യൂസ് ഈ റിലേഷൻ അനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇഫ് x = 1 y = 3 × 1 3 y എന്താവും y = 3 എന്നാവും. 1 3. അപ്പോൾ എക്സിന് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ 3x = y ആണ് ആക്ച്വലി നമ്മുടെ റിലേഷൻ. 3x = y. അപ്പോൾ എക്സിന് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ 6 ആവും. 2 6 അനദർ ഓർഡേർഡ് പെയർ. എക്സിന് 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ 3 × 3 9 y = 9. So 3 9 is the ordered pair. And if x = 4 4 × 3 12. അപ്പോൾ വൈയുടെ വാല്യൂ 12 എന്ന് കിട്ടും. ഇനി എക്സിന് 5 എന്നുള്ള വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 15 ആകും. ആ 15 നമുക്ക് തന്നിരിക്കുന്ന ആ സെറ്റിനകത്ത് ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് എക്സിന് നമുക്ക് 4 വരെയുള്ള വാല്യൂസ് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ഇതാണ് ഈ തന്നിരിക്കുന്ന റിലേഷൻ അനുസരിച്ചിട്ടുള്ള ഓർഡേർഡ് പേഴ്സ് 1 3 2 6 3 9 4 12. അപ്പോൾ ഇനി അതിന്റെ ഡൊമൈൻ എടുക്കാന്ന് പറഞ്ഞാൽ ഓൾ ദി ഇൻപുട്ട് വാല്യൂസിന് എക്സിന് കൊടുക്കാൻ നമുക്ക് പറ്റിയ വാല്യൂസ് ഏതൊക്കെ, എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ വാല്യൂസ് ഏതൊക്കെ, അതാണ് ഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ്. ഇവിടെ നോക്കിയാൽ 1 2 3 4 ആണ് എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ വാല്യൂസ്. സോ അതാണ് ഡൊമൈനിന്റെ സെറ്റ്. ഇനി കോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏത് സെറ്റിൽ നിന്നാണോ നമ്മൾ ഈ വാല്യൂസ് ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു സെറ്റിനെയാണ് കോ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന 1 2 3 up to 14 നമ്പേഴ്സ് ഉള്ള ആ ഒരു സെറ്റാണ് കോ ഡൊമൈൻ. ഇനി റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എക്സിന് ഈ 4 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ വൈയുടെ വാല്യൂസ് ആണ്. ഓൾ ദി ഔട്ട്പുട്ട് വാല്യൂസ് 3 6 9 12. അപ്പം റേഞ്ച് എന്ന് പറയുന്നത് 3 6 9 12 ആണ്. Let A is equal to set 1 2 3 4 and B is equal to set 1 5 9 11 15 16 and F is equal to set ordered pair 1 5 2 9 3 1 4 5 2 1. State with reason whether F is a relation or a function. നമുക്ക് തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണോ അഥവാ ഒരു ഫംഗ്ഷൻ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് ആൻസർ പറയാനുള്ളത് എഫ് ഇസ് എ റിലേഷൻ ബിക്കോസ് എഫ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അതായത് നമുക്ക് രണ്ട് സെറ്റ് തന്നാൽ അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി എഴുതാം. ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പേഴ്സ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഓർഡേർഡ് പേഴ്സ് ആണ് ഫംഗ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത് 1 5 2 9 3 1 4 5 2 1. അപ്പോൾ അതുകൊണ്ട് അതൊരു റിലേഷൻ ആണ്. പക്ഷേ എഫ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഈ തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്നത് അതൊരു ഫംഗ്ഷൻ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതിന്റെ റീസൺ നമുക്ക് പറയാൻ പറ്റും. സിൻസ് ദി എലമെന്റ് 2 ഹാസ് 2 ഇമേജസ്.
അതായത് ഇവിടെ ഇൻപുട്ട് വാല്യൂസിൽ 2 ഉണ്ട്, ആ 2 9 എന്നൊരു ഓർഡേഡ് പെയറും ഉണ്ട്, 2 1 എന്നൊരു ഓർഡേഡ് പെയറും ഉണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ കേസിൽ അങ്ങനെ ഒരു ഇൻപുട്ട് വാല്യൂവിന് 2 ഇമേജസ് പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. 2 കാര്യങ്ങളുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് വാല്യൂസിന് എല്ലാം ഇമേജസ് ഉണ്ടായിരിക്കണം, ഒരേ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ എല്ലാ ഇൻപുട്ട് വാല്യൂസിനും ഇമേജസ് ഉണ്ട്. 1 2 3 4 ആണ് ഇൻപുട്ട് വാല്യൂസ്. ആ എല്ലാ വാല്യൂസിനും ഇമേജസ് ഉണ്ട്. പക്ഷേ 2 എന്ന് പറയുന്ന ഇൻപുട്ട് വാല്യൂവിന് 2 ഇമേജസ് വന്നിരിക്കുന്നു. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 9. കൺസിഡർ ദ സെറ്റ് എ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ 0 less than or equal to x less than 4. So questions: write A in roster form. B, if B is equal to set 5 6, write A cross B. And C, write the number of possible relations from A to B. First question, write A in roster form. A is given in set builder form. അതിൻ്റെ ഒരു റൂൾ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന സെറ്റിലെ എക്സ് എന്ന് പറയുന്ന എലമെന്റ്സ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ലൈക്ക് 0 less than or equal to x less than 4 എന്നുള്ളതാണ്. അപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സെറ്റിൽ ഉൾപ്പെടുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് 0 ഉണ്ട്, 0 less than or equal to, അപ്പോൾ 0 ഉണ്ട്, 1 2 3, less than 4 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് 4 നമുക്ക് ഉൾപ്പെടുത്താനാവില്ല. സോ ദിസ് ഈസ് ദി സെറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. ആൻഡ് ബി, നമുക്ക് രണ്ടാമതൊരു സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ബി ഈസ് ഈക്വൽ ടു 5 6. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്താണെന്നാണ് ചോദ്യം. എ ഇസ് എ സെറ്റ് ഓഫ് 4 elements ആൻഡ് ബി ഇസ് എ സെറ്റ് ഓഫ് 2 elements. ദെൻ എ ക്രോസ് ബി നമുക്ക് എത്ര ഓർഡേഡ് പെയർ എഴുതാം? 4 × 2 8. So it is 0 5 1 5 2 5 3 5, 0 6 1 6 2 6 3 6. അങ്ങനെ 8 ഓർഡേഡ് പെയറാണ് നമുക്ക് എ ക്രോസ് ബിയിൽ എഴുതാൻ പറ്റുക. ദെൻ സി, നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഫ്രം എ ടു ബി. എയും ബിയും ഇങ്ങനെ 2 സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് പോസിബിൾ ആണ്? സോ വി ഹാവ് ആൻ ഇക്വേഷൻ 2 raised to നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എ ക്രോസ് ബിയിൽ 8 എലമെന്റ്സ് ആണുള്ളത്. സോ 2 raised to 8 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 256. അപ്പോൾ എയും ബിയും ഈ തന്നിരിക്കുന്ന സെറ്റിൽ നിന്ന് നമുക്ക് 256 റിലേഷൻസ് പോസിബിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 when x greater than 0, equal to 0 when x equal to 0, -3 when x less than 0. You have to draw the graph of the given function and also write the domain and range of the function. So ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ എക്സ് ആക്സിസ് കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ വൈ ആക്സിസ് ഒക്കെ വരച്ചു കഴിഞ്ഞു, അതിൽ നമ്പർ മെൻഷൻ ചെയ്തു. ഇനി ഇവിടെ നമുക്ക് എക്സിൻ്റെയോ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെയോ വാല്യൂസ് കണ്ടുപിടിക്കാനില്ല, കാരണം വാല്യൂസ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ തന്നിരിക്കുന്നു. എക്സിന് 0 കൂടുതലുള്ള ഏത് വാല്യൂ കൊടുത്താലും ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് 2 ആയിട്ട് തന്നെയാണ് നിൽക്കുക. എക്സിന് 0 എന്നുള്ള വാല്യൂ കൊടുത്താൽ വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് 0 ആണ്. സോ എക്സ് 0യേക്കാൾ ചെറിയ ഏത് വാല്യൂ കൊടുത്താലും ആൻസർ -3 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്ന എല്ലാം കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വാല്യൂസ് ഒന്നും സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനില്ല. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് എപ്പോഴും റൈറ്റ് സൈഡിലേക്കാണ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെയെല്ലാം വൈയുടെ വാല്യൂ 2 ആയിരിക്കും. വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ ഇതാണ്, വൈ ഇസ് ഈക്വൽ ടു 2. ഇനി എക്സിന് നമ്മൾ 0 എന്നുള്ളൊരു ഫിക്സഡ് വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വൈ 0 അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് 0 ആയിരിക്കും. ഇനി എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ, ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോവുക. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ വൈ എപ്പോഴും -3 എന്ന ഒരു വാല്യൂവിലായിരിക്കും സ്റ്റിക്ക് ഓൺ ചെയ്യുക. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇവിടെ വൈ ഇസ് ഈക്വൽ ടു -3 ആണ്. എക്സിന് 0യേക്കാൾ കുറഞ്ഞൊരു വാല്യൂ എപ്പോൾ കൊടുത്താലും അവിടെയെല്ലാം വൈക്ക് -3 ആണ് കിട്ടുക. എക്സിന് 0യേക്കാൾ കൂടിയൊരു വാല്യൂ കൊടുത്താൽ അവിടെയെല്ലാം വൈക്ക് 2 ആണ് കിട്ടുക. ഇനി എക്സിന് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വൈ 0 ആയിരിക്കും. സോ ദിസ് ഇസ് ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. ദെൻ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾ ദി ഇൻപുട്ട് വാല്യൂസ് ആണ്. നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് 0 ആകാം, 0യിൽ കൂടുതലാകാം, 0യിൽ കുറവാകാം. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് എക്സിന് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന വാല്യൂസ് ആണ്, ഔട്ട്പുട്ട് വാല്യൂസ് എന്നാണ് പറയുക. സോ അവിടെ 3 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, 2 0 -3. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു -3 0 2. Domain is the set of all input values, range is the set of all output values.